ഹായ്, നന്ദികാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നന്ദുട്ടിയുടെ മാമന്മാരും കൊച്ചന്മാരും മാമിമാരൊക്കെ ആയിട്ട് കുമരകത്തൊരു ചെറിയ ട്രിപ്പ് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റിസോർട്ടിലോട്ടാണ് എല്ലാവരും കൂടെ യാത്ര തിരിച്ചത്. അവിടെ ഒരു ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. ഹൗസ് ബോട്ടിൽ കിടന്ന് എല്ലാവരും ഡാൻസും മേളമായിരുന്നു, പാട്ടും എല്ലാവരും തിമിർത്തും തന്നെ പറയും. എല്ലാവരും ഡാൻസ് ചെയ്തേ കണ്ടില്ലേ, നന്ദുട്ടിയുടെ അമ്മമ്മയൊക്കെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. പിന്നെ നന്ദൂട്ടും കൂട്ടുകാരും കൂടെ കിടന്ന് അടുത്ത തിമിർപ്പ്. പിള്ളേരാണ് നിൽക്കുന്നേ ഇല്ല, അവർക്കങ്ങ് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം ഹൗസ് ബോട്ടിൽ ആദ്യമായിട്ടാണ് പിള്ളേർ കയറുന്നത്. ഇതുവരെ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല, വീട് പോലെ ഇരിക്കുന്നൊരു വള്ളം. അപ്പോൾ അതിൽ കിടന്ന് അവർ എൻജോയ് ചെയ്തു, നന്നായിട്ട് കളിച്ചു. അപ്പം നന്ദുട്ടിയുടെ ബെൽറ്റിന് എന്തുകൊണ്ട് പ്രശ്നം, അതിരുന്ന് ശരിയാക്കിയിട്ട് അതങ്ങ് ശരിയാവുന്നില്ല. പിന്നെ നന്ദൂട്ടി ഹൗസ് ബോട്ടിൻ്റെ അത് ഓടിക്കുന്ന ചേട്ടൻ്റെ പുറകിൽ പോയി കിടന്ന് ഡാൻസ് കളിക്കുന്നു. കളിച്ചിട്ടും മതിയാകുന്നില്ല. പിന്നെ എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നു. അതിൻ്റെ അകത്തിരുന്ന് നല്ല സീനറിയൊക്കെ ആയിരുന്നു. അതിൻ്റെ അവിടെ കാണാനൊക്കെ നല്ല രസമായിരുന്നു. കായലിൻ്റെ തീർത്തുകൂടെയാണല്ലോ പോകുന്നത്, നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ച് നേരം പിന്നെ വിശ്രമത്തിലായി, കളിച്ച് തിമിർത്തതിൻ്റെയൊക്കെ ഒരു മടുപ്പായി. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. ഇത് ഹൗസ് ബോട്ടിൻ്റെ അകത്തൊരു റൂമാണ്, നല്ല രസമായിരുന്നു. റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല വൃത്തി ഇതൊക്കെയുള്ള നല്ലൊരു റൂമൊക്കെ ആയിരുന്നു. ഹൗസ് ബോട്ടിലെ യാത്രയ്ക്ക് ശേഷം പിന്നെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വരുമായിരുന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂൾ തന്നെയായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾക്ക് തുടിക്കാരൻ ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? പിന്നെ എല്ലാവരും അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു, ചാടിത്തിമിർത്തുല്ലസിച്ച് രസം തന്നെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ ഇതുപോലത്തെ ട്രിപ്പുകൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ നടത്താറുണ്ടോ? ഞങ്ങൾ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ട്രിപ്പ് പോകാറുണ്ട്. അതുപോലെ തന്നെ വലിയ ട്രിപ്പും പോകാറുണ്ട്, അതുപോലെ തന്നെ ചെറിയ ട്രിപ്പുകളും പോകാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കണം. കാരണം കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൂടാനായിട്ട് ശ്രമിക്കണം. എപ്പോഴും നമ്മളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിലും ഇടയ്ക്കൊക്കെ എല്ലാവരും ഇതുപോലെ കൂടുക. നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് സന്തോഷമൊക്കെ ഇരിക്കാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടാനായിട്ട് എല്ലാവരും ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇവിടെ തീർന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്